ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ വാട്ട് ആഫ്റ്റർ എ പി ജി എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. കാരണം 1-2 ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് 2 മെയിലുകൾ വന്നു. അതുപോലെ തന്നെ കുറച്ച് കുട്ടികളോടും കുറച്ച് മുതിർന്നവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർക്കൊക്കെ കോമൺ ആയിട്ട് ചോദിക്കാനുള്ളതും കോമൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. കൂടുതലായിട്ടും ഒരു ഗൈഡൻസിൻ്റെ കുറവ്, അതുപോലെ തന്നെ ഇയർ ഗ്യാപ്പ്, അതുപോലെ തന്നെ MSc ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു PhDക്ക് വേണ്ടി അല്ലെങ്കിൽ വേറൊരു കരിയറിന് വേണ്ടി ചെയ്യാൻ പറ്റുക. അപ്പം കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കത് അറിയാമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, സോ ഞാൻ ഈ പറയുന്ന കണ്ടൻറ്റ് വളരെ ഷോർട്ടാണ് കേട്ടോ. വളരെ ഷോർട്ട് ഇൻ ദ സെൻസ് ഇതിനപ്പുറം കുറേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, സോ ഞാൻ ഇപ്പം മേ ബി ഈ ഒരു വീഡിയോ കുറച്ചൊരു ലെങ്തി ആയിരിക്കും, ബിക്കോസ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെങ്കിൽ കേൾക്കുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. ഓക്കെ, സോ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ MSc ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ് തന്നിട്ട് ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. അപ്പോൾ ഇത് ഫിസിക്സുകാർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണോ എന്ന് വെച്ചാൽ അല്ല. ഫോർ എവ്രി വൺ ഹു ആക്ച്വലി ഡു എ മാസ്റ്റേഴ്സ് ഓർ ഒരു മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയ ഒരാളാണെങ്കിൽ എല്ലാവർക്കും കൂടിയുള്ള ഒരു വീഡിയോ. ആദ്യത്തെ കാര്യം, ഒരു മാസ്റ്റേഴ്സ് സ്റ്റുഡൻറ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും ഒന്നെങ്കിൽ ആ ഫീൽഡിൽ ആ സബ്ജക്റ്റിൽ തന്നെ എക്സൽ ചെയ്യുക. മേ ബി ആ ഫീൽഡിൽ തന്നെ ഒരു ലെക്ചർഷിപ്പ് ആയിരിക്കും ആഗ്രഹിക്കുക. മേ ബി ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ദെൻ അസോസിയേറ്റ് പ്രൊഫസർ, ദെൻ എ പ്രൊഫസർ, അങ്ങനെ ഒരു പ്രൊഫസർ ആകുക എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഈ ഫീൽഡ് വിട്ടേ പോകണം എന്നായിരിക്കും MSc കഴിയുമ്പോഴത്തേക്കും. ഇനി ഈ സബ്ജക്റ്റിലേക്ക് വരണ്ടെന്നായിരിക്കും ചിലവർ ഓക്കെ, this is actually something so good, so I'll go with that. And ഫിസിക്സിൽ തന്നെ എക്സൽ ചെയ്യാം, അല്ലെങ്കിൽ മാത്സിൽ തന്നെ എക്സൽ ചെയ്യാം, ആൻഡ് ഗോ വിത്ത് ഒരു PhDയിലേക്ക് പോവാം, ദെൻ എനിക്കൊരു പോസ്റ്റ് ഡോക്ക് ചെയ്യാം, അങ്ങനെ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ ഈ ഫീൽഡിലേക്ക് ഇനിയും വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇനി ഫീൽഡിലേക്ക് വരികയെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും, ഇങ്ങനെ 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് PG കഴിയുമ്പം കാണാൻ പറ്റും. ഓക്കെ, so I go with one. I go with the second one, that is into the academics. Okay, so ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആ അക്കാദമിക്സിലായിട്ടുള്ള ആൾക്കാർക്ക് ഉള്ള ഒരു വീഡിയോ ആണ്. അതായത് ഒരു സബ്ജക്റ്റിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന, ആഫ്റ്റർ ഒരു PGക്ക് ശേഷം വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി. സോ ഈ വീഡിയോയിൽ ഞാൻ ഇയർ ഗ്യാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഒന്നാമത്തെ കാര്യം, അങ്ങനെ അക്കാദമിക് പരമായിട്ട് ഈ ഫീൽഡിൽ തന്നെ എക്സൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ആദ്യത്തെ കാര്യമാണ്, ദേ ആർ ഗോയിങ് ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാം ഫോർ ദ പ്രിപ്പറേഷൻ. ഒരു പ്രിപ്പറേഷൻ നടത്തും. ബിക്കോസ് അവർക്ക് വേണ്ടത് ഒരു ലെക്ചർഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ഒരു PhD ആയിരിക്കും. പിന്നെ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ്, എഡ്യൂക്കേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ അവർക്ക് അതായത് ഹയർ സെക്കൻഡറി സ്കൂളുകൾ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനും വലിയ കുട്ടികളെ പഠിപ്പിക്കാനും അങ്ങനെ ലെവൽ, കൂടുതലും ഹയർ സെക്കൻഡറി ടീച്ചേഴ്സാണ് അവർ ഫോക്കസ് ചെയ്യുക MSc ഒക്കെ കഴിയുമ്പോൾ. അപ്പം ദേ ഗോ വിത്ത് ബി എഡ് പോകും. ബി.എഡിന് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇങ്ങനെ ഹയർ സെക്കൻഡറിയിലേക്ക് പോകാൻ പറ്റില്ല. സെറ്റ്, കേറ്ററ്റ് പോലെയുള്ള എക്സാംസൊക്കെ കേരളത്തിലുണ്ട്. അതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ എ ഹയർ സെക്കൻഡറി ടീച്ചർ. അപ്പോൾ ആ ഒരു കാറ്റഗറി അവിടെ നിന്നോട്ടെ. സോ വി ഗോ വിത്ത് കാറ്റഗറി 2, ദാറ്റ് ഈസ് ദ ലെക്ചർഷിപ്പ് ആഗ്രഹിക്കുന്നവരും PhD പോസ്റ്റ് ഡോക്ക് ആഗ്രഹിക്കുന്നവരും. ഓക്കെ, അപ്പം ദേ ആർ ആക്ച്വലി ഗോ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് എ കോമ്പറ്റേറ്റീവ് എക്സാം. സോ മെയിനായിട്ട് ഇന്ത്യയിൽ CSIR നെറ്റും ഉണ്ട്, ഗേറ്റും ഉണ്ട്. ഭയങ്കര ദുഃഖകരമാണ്, പിള്ളേർക്ക് കൂടുതലും അറിയുന്നത് CSIR നെറ്റാണ്. ഫിസിക്സിലൊന്നും കൂടുതലായിട്ട് ആൾക്കാർക്ക് ഗേറ്റിൻ്റെ പ്രിഫറൻസിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് സത്യം. ഗേറ്റ് എല്ലാവരും വിചാരിക്കുക ബിടെക് എൻജിനീയറിംഗുകാർക്കുള്ള ഒരു എക്സാം ആണെന്ന് മാത്രമുള്ളൊരു ധാരണയാണ് ഗേറ്റിനെ കുറിച്ചുള്ളത്. സോ ഞാൻ ആദ്യം പറയുന്നത്, ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഗേറ്റിനെ കുറിച്ചൊരു വീഡിയോ, അപ്പം അത് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്,
നിങ്ങൾ CSIR നെറ്റ് അതുപോലെ തന്നെ CSIR നെറ്റിന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ എക്സാംസും എഴുതാൻ പറ്റും കേട്ടോ. ജസ്റ്റ് പോലെയുള്ള ജസ്റ്റും ഗേറ്റും ഒക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ലെക്ചർഷിപ്പിന് കൂടുതലായിട്ടും വേണ്ടത് CSIR നെറ്റാണ്. നെറ്റ് എക്സാം നെറ്റ് പാസ്സായി കഴിഞ്ഞാൽ ലെക്ചർഷിപ്പ് എന്താണേലും കിട്ടും. പക്ഷേ നെറ്റ് പാസ്സാകുക എന്ന് പറയുന്നത് ഫിസിക്സിന് കുറച്ചും കൂടി പാസ്സാകുക എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ബി ടഫ് എന്ന് പറയാൻ കാരണം സൗത്തിലേക്ക് വരുമ്പോൾ കുട്ടികൾ പറയണ പോലെ തന്നെ നമുക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസോ മെൻറ്റേഴ്സോ അങ്ങനെയുള്ള കോച്ചിങ് ക്ലാസ്സുകളൊക്കെ വളരെ കുറവാണ്. ഒരു കോച്ചിങ് ക്ലാസ്സുകൾ 1-2 ഒക്കെ കാണും. ബട്ട് അവർ എടുക്കുന്ന സിലബസും കാര്യങ്ങളും ഒക്കെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അപേക്ഷിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ കൂടുതലും ലെക്ചർഷിപ്പ് ആഗ്രഹിക്കുന്നവർ നെറ്റെന്നും പറഞ്ഞാണ് ഇരിക്കുക. ഇനിയും ഇപ്പം നമ്മൾ കോളേജിലൊക്കെ പഠിപ്പിക്കാനുള്ള ഇനിയുള്ള കാലഘട്ടത്തിൽ PhD മാൻഡറ്ററി ആയിട്ട് വരും. PhD എന്നുള്ളത് മാൻഡറ്ററി ആയിട്ട് വരും. സോ ഒരു PhD ഉള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലത്. വൺസ് നിങ്ങൾക്ക് നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും കൂടെ എക്സാം എഴുതുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റൈഫൻഡ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് PhDയിലേക്ക് പോകാനൊക്കെ ഉള്ളൊരു ചാൻസ് നിങ്ങളൊരു കോളേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾക്ക് പേടിക്കാനില്ല. പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ളത് എങ്ങനെ നെറ്റും ഗേറ്റും ക്രാക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചല്ല, പകരം ഇതിൻ്റെ ഈ ലൂപ്പിൽ നിന്ന് എപ്പം വെളിയിൽ വരണം എന്നുള്ളതാണ്. ബിക്കോസ് എക്സാംസ് ഒരു ലൂപ്പാകും ചില സമയത്ത്. അപ്പം എപ്പോഴാണ് എക്സാംസ് ലൂപ്പാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്കിൽസും നമ്മുടെ വേറെ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ മറന്ന് ഐസൊലേറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചില എക്സാംസ് നമ്മൾ ആ ലൂപ്പിലായി പോകും. നമുക്ക് മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 1 ഇയർ നിങ്ങളെടുത്തോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1 ഇയർ കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് ആ 1 ഇയർ ചീറ്റ് ചെയ്യാനേ പോകരുത്. ബിക്കോസ് എല്ലാ സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ച് നോട്ട്സും എന്നാൽ കുറേ വാരി വലിച്ച് എഴുതുകയും ചെയ്യരുത്. കുറച്ച് അത്യാവശ്യത്തിന് നോട്ട്സും ഫോർമുലാസും ഒക്കെ എഴുതുക. പിന്നെ ന്യൂമറിക്കലായിട്ട് കുറേ പ്രോബ്ലംസ് ചെയ്ത് വെക്കുക. ഒരു വലിയ ബുക്ക് എടുത്ത് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എക്സാം പോയി ഒന്ന് അറ്റൻഡ് ചെയ്യുക. 1 ഇയർ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നിയാൽ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഈ 1 ഇയറിൽ നിങ്ങൾ ചീറ്റ് ചെയ്യാതെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോട്ട്സും സെറ്റ് ചെയ്ത് നിങ്ങൾ ന്യൂമറിക്കലും പഠിച്ച് റിവിഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ 1 ഇയർ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് മാർക്കിൻ്റെ കട്ട് ഓഫിലാണ് നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാം പോയത് എന്ന് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇനി ഞാൻ കുറച്ചും കൂടി ഇരുന്നാൽ എനിക്കിത് കിട്ടും, ഞാൻ ഇതിൻ്റെ ഡോറ് വരെ എത്തിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാളും കൂടെ കുറച്ച് മാസം കൂടെ അതിന് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് മിസ്സ് തെറ്റൊന്നും പറയില്ല. പക്ഷേ ഇനി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നോട്ട്സ് മക്കളുടെ കയ്യിലില്ലേ, അത് വെക്കുക. ദെൻ യു ഗെറ്റ് ഔട്ട് ഫ്രം യുവർ ഹോം എന്ന് ഞാൻ പറയും. നിങ്ങൾ വേറെ ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോവുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് എനിക്കിതിൻ്റെ സൈഡിൽ കൂടെ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം എത്തിയതിന് ശേഷം എന്ത് കാര്യങ്ങൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ലെക്ചർഷിപ്പ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഈ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വൺസ് ഒരു PhDയിലേക്ക് തന്നെ നിങ്ങൾക്ക് വരേണ്ടി വരും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ നോട്ട്സൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഒരു 1 ഇയർ പ്രിപ്പറേഷന് ശേഷം എനിക്ക് ഈ എക്സാംസ് ഒന്നും കിട്ടിയില്ല, പക്ഷേ എനിക്ക് നോട്ട്സും കാര്യങ്ങളും ഉണ്ട്, എനിക്കൊരു ഫിസിക്സിൻ്റെ ബേസിക്കും കാര്യങ്ങളും എനിക്ക് അറിയാം. വെരി ഇമ്പോർട്ടൻറ്റ്, ഈ സമയത്ത് ഫിസിക്സിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം. ഏത് എക്സാംസിന് പോയാലും ഏത് ഇൻ്റർവ്യൂവിന് പോയാലും കൂടുതലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ദെൻ അക്കോർഡിംഗ് ടു യുവർ റിസർച്ച് നിങ്ങളുടെ പ്രൊജക്റ്റ് ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. ഓക്കെ, അതൊക്കെ പറഞ്ഞുതരാം മിസ്സ്. അപ്പം വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് അതർ ദാൻ CSIR നെറ്റ് ആൻഡ് ഗേറ്റ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം അതിന് മുന്നായിട്ട് ഇപ്പോൾ PhD ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിലുള്ളതും കൂടെ ഞാനൊന്ന് പെട്ടെന്ന് പറയാവേ. ഇന്ത്യയിലുള്ള PhD ഓപ്പർച്യൂണിറ്റീസ് ഓൾറെഡി നമുക്കറിയാം. ഇന്ത്യയിൽ PhD ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി ആദ്യം വേണ്ടത് നമ്മുടെ ഫിസിക്സിന് CSIR UGC നെറ്റ്, കൊമേഴ്സിനൊക്കെ CSIR അല്ല UGC നെറ്റാണ് കേട്ടോ. പിന്നെ ഗേറ്റ് എക്സാം ഉണ്ട്, പിന്നെ ജസ്റ്റ് എക്സാം ഉണ്ട്. ഗേറ്റ് ഫെബ്രുവരി നടക്കുന്ന എക്സാമാണ്, ഇയർലി വൺസ് മാത്രം നടക്കുന്ന എക്സാമാണ്.
UGC നെറ്റ് 2 തവണ നടക്കും. കൂടുതലും ഡിസംബർ ജൂണിലാണ് നടക്കുക. ജസ്റ്റ് എക്സാം ഏപ്രിലാണ് നടക്കുക. ദെൻ IIT ജാം ഉണ്ട്. സോ ഫോർ ഫർദർ സ്റ്റഡീസിന് വേണ്ടിയുള്ളത്. ഓക്കെ, PhD ആൻഡ് ഓൾ. ദെൻ ടിഫർ എക്സാംസ് ഉണ്ട്. ടിഫർ എക്സാംസ് കുറച്ച് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ്. പക്ഷേ ടിഫർ എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ഒരു പ്രിപ്പറേഷൻസ് CSIR നെറ്റ് തന്നെയാണ്. അപ്പോൾ ടിഫർ എക്സാംസ് ഉണ്ട്. ഇനി ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, സോ ടിഫർ എക്സാംസ് ഉണ്ട്. പിന്നെന്താ ഉള്ളത്? IISc PhD അഡ്മിഷൻസ് ഉണ്ട്. PhD അഡ്മിഷൻസ് വിത്ത് ഇതൊക്കെ കൂടുതലും ഗേറ്റ് ഉണ്ടെങ്കിലൊക്കെ. ഇപ്പോൾ ഗേറ്റിന് നിങ്ങൾക്ക് ഭയങ്കര റാങ്ക് ഇല്ല, ഗേറ്റ് നിങ്ങൾ ജസ്റ്റ് പാസ്സാണെങ്കിൽ തന്നെ ഗേറ്റിന് 3 ഇയർ ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ, ആ 3 ഇയർ ഗ്യാരണ്ടി ഞാൻ പറഞ്ഞുല്ലോ, നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുമ്പം ഫിസിക്സിനൊരു ബേസിക് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ദെൻ നിങ്ങൾ ജസ്റ്റ് ഗേറ്റ് പാസ്സാണെങ്കിൽ തന്നെ ഗോ ഫോർ ദി ഇൻ്റർവ്യൂ. ജസ്റ്റ് ഗേറ്റ് പാസ്സായാൽ തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പാസ്സായാൽ നിങ്ങളെ എടുക്കും. ഓക്കെ, സോ ഒരിക്കലും വിചാരിക്കല്ലേ എനിക്ക് വലിയ റാങ്ക് ഒന്നും ഇല്ലല്ലോ, ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിലൊക്കെ നിങ്ങൾ കയറി പോവുക. ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ IISc PhD അഡ്മിഷൻസ് ഉണ്ട്. ഇനിയും ഐസർ ഉണ്ട്. ഐസറിൽ PhD വിളിക്കാറുണ്ട്. യൂണിവേഴ്സിറ്റി സ്പെസിഫിക് എൻട്രൻസ് എക്സാമിനേഷനുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമുകളുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ തവണ യൂണിവേഴ്സിറ്റീസിൻ്റെ എൻട്രൻസ് എക്സാംസൊക്കെ പതിയെ മാറ്റുവാണെന്ന് പറയുന്നു. MG യൂണിവേഴ്സിറ്റിയൊക്കെ ബിക്കോസ് എല്ലാം CSIR നെറ്റ് തന്നെ ആക്കുകയാണെന്ന് പറയുന്നുണ്ട്. ബിക്കോസ് സ്റ്റൈഫൻഡിൻ്റെ ഒക്കെ ഇഷ്യൂ ആയിരിക്കാം. സോ MG എന്നാലും നിങ്ങളൊന്ന് തിരക്കുക. MG യൂണിവേഴ്സിറ്റീസ് PhDക്ക് എൻട്രൻസ് നടത്തുന്നുണ്ടോ ഈ കൊല്ലം? ഈ എൻട്രൻസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് എന്താ പറയുക, CSIR നെറ്റിനേക്കാളും ഒത്തിരി എളുപ്പമാണ്. CSIR നെറ്റിനെ പോലെയല്ല, കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ റിസർച്ച് മെത്തഡോളജി എന്നൊക്കെ പറയുന്നൊരു പേപ്പറുണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ സിലബസ് എടുക്കുക. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി, കേരള, കാലിക്കറ്റ് പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്, PhDക്ക് ഇപ്പോൾ വിളിക്കുന്നുണ്ടോ, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒക്കെ വിളിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തിരക്കുക. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്പർ എടുത്ത് അവരെ വിളിക്കുക. അവരിപ്പോൾ എക്സാംസ് എടുക്കുന്നുണ്ടെങ്കിൽ എന്നാണ് എക്സാംസ്, അങ്ങനെയുള്ള കാര്യം. ഇപ്പോൾ സ്റ്റൈഫൻഡ് വളരെ കുറവായിരിക്കും. ഇപ്പം അത് സ്റ്റൈഫൻഡൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. എന്താണെങ്കിലും ഭയങ്കര സ്റ്റൈഫൻഡ് ഉണ്ടോ എന്നുള്ളത് എബ്രോഡൊക്കെ വെച്ച് നോക്കുമ്പം സ്റ്റൈഫൻഡ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, എനിവേ നിങ്ങൾക്കൊരു PhD ആണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ദാറ്റ് യു ജസ്റ്റ് കോൾ ദ യൂണിവേഴ്സിറ്റി. എല്ലായിടത്തും ഒന്ന് വിളിച്ച് ചോദിക്കുക, നിങ്ങൾ എടുക്കുന്നുണ്ടോ ഇപ്പോൾ PhDക്ക് ആൾക്കാരെ, ഉണ്ടെങ്കിൽ എക്സാംസ് ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക. ദെൻ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുസാറ്റ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റ് നടത്തുന്ന എക്സാമാണ് DAT എക്സാം. ഇതും കുറച്ചും കൂടെ കമ്പാരറ്റ്ലി CSIR നെറ്റ് ഒരു വർഷം പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് കുസാറ്റിൻ്റെ DAT എക്സാം. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അഡ്മിഷൻ ടെസ്റ്റാണ്. ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ ചേർന്ന് നടത്തുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ അവിടെ പോയി എഴുതിയെടുക്കുക. ഓക്കെ, എഴുതണം. ഇപ്പോൾ CSIR നെറ്റും ഗേറ്റും ഉള്ള ആൾക്കാർക്ക് DAT എക്സാം എഴുതാതെ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിലേക്ക് പോകാൻ പറ്റും. പക്ഷേ കുസാറ്റിൻ്റെ എക്സാം CSIR നെറ്റും ഗേറ്റും ഇല്ലാത്തവർക്ക് DAT എക്സാംസ് അവർ പ്രൊവൈഡ് ചെയ്യും, പ്ലസ് ഒരു ഇൻ്റർവ്യൂവും കൂടെ കാണും. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് അറിയണമെങ്കിലും കുസാറ്റിൽ അന്വേഷിക്കുക. അവിടെ ഒന്നെങ്കിൽ ചെന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ അവരെ വിളിച്ച് അന്വേഷിക്കുക എടുക്കുന്നുണ്ടോ, ഇനി എന്നാണ്. അപ്പം മിസ്സിൻ്റെ നോളജ് അനുസരിച്ച് കൂടുതലായിട്ടും കുസാറ്റ് എക്സാംസ് നടത്തുന്നത് ജൂണിലും ജനുവരിയിലുമാണ്. ബട്ട് അത് വേക്കൻസി അനുസരിച്ച് PhDയുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും വേക്കൻസി അനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ടെസ്റ്റിൻ്റെ ഡേറ്റുകളും മാസവും മാറിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, എല്ലാവരെയും വിളിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കുക. മെയിൽ അയയ്ക്കുക, റെസ്പോണ്ട് തന്നില്ലെങ്കിൽ ചെന്ന് അന്വേഷിക്കുക. ഓക്കെ, സോ കുസാറ്റ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നല്ല സ്റ്റൈഫൻഡ് നമുക്ക് തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് PhDക്ക്. ഇനിയും ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ CSIR നെറ്റും ഗേറ്റും ഇല്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇനിയും നമുക്ക് എൻജിനീയറിംഗ് കോളേജുകളുണ്ട്. എൻജിനീയറിംഗ് കോളേജുകൾക്ക് എന്തുണ്ട്, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അവർക്ക് PhDക്കാരെ എടുക്കാറുണ്ട്. പക്ഷേ ദിസ് ഈസ് ആക്ച്വലി കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു മേഖലയാണ് എൻജിനീയറിംഗ് കോളേജ്. കാരണം അവിടെ എന്തൊക്കെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. ഒരാൾക്ക് മെറ്റീരിയൽ സയൻസ് ആണ് ഇഷ്ടമെങ്കിൽ അവിടെ ഇല്ലാതെ പോയി എടുത്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഗൈഡ്, അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, സ്റ്റൈഫൻഡ് എത്രയുണ്ട്. പക്ഷേ എൻജിനീയറിംഗ് കോളേജിൽ ഞാൻ അത്ര
റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഒരു സയൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പോയി എടുക്കുന്നതാണ് ഇറ്റ്സ് ബെറ്റർ. എന്നാലും എഞ്ചിനീയറിംഗ് കോളേജ്, അതായത് നല്ല കോളേജുകളിലൊക്കെ ഇപ്പോൾ ഇൻ്റർവ്യൂ വിളിക്കുന്നുണ്ട്. രാജഗിരി കോളേജുകളിലൊക്കെ ജൂൺ 20 എന്തോ ആണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ PhD ഫോർ ഫിസിക്സിന് അവർ ആപ്ലിക്കേഷൻസ് വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രാജഗിരിയുടെ സൈറ്റ് എടുത്ത് നോക്കുക. രാജഗിരിയിലെ ഫിസിക്സിന് ഏതൊക്കെയാണുള്ളത്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. ഓക്കെ. അതുപോലെ തന്നെ അമൃതപുരി ക്യാമ്പസ് കൊല്ലം, അമൃതപുരിയുടെ 1-2 ക്യാമ്പസുകളുണ്ട്. കൊല്ലം മാത്രമല്ല, എനിക്കൊന്ന് എറണാകുളം ഉണ്ടോ എന്ന് ഓർമ്മ കിട്ടണില്ല. അങ്ങനെ കുറച്ച് ക്യാമ്പസുകളുണ്ട്. അതുപോലെ തന്നെ ആന്ധ്ര യൂണിവേഴ്സിറ്റി, ആന്ധ്രാപ്രദേശിൽ SRM യൂണിവേഴ്സിറ്റികൾ, അങ്ങനെ കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. അവിടെയൊക്കെ അവരുടെ ഇൻടേക്കുകൾ PhDക്ക് എപ്പോഴാണ് ഉള്ളതെന്നൊന്ന് തിരക്കി വെക്കുക. അതൊന്നും CSIR നെറ്റും ഗേറ്റും മാത്രം വെച്ചിട്ടൊന്നും ഉള്ളതല്ലെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഇനിയും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് PhD ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞല്ലോ 1 ഇയർ നിങ്ങൾ ഫോക്കസ് ചെയ്തു, അല്ലെ 2 ഇയർ 3 ഇയർ എന്തും ആയിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ സാഹചര്യമാണ്. ചിലപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ കാരണമായിരിക്കാം, ചിലപ്പം ഫാമിലിയിലെ ഒരു ഇഷ്യൂ കാരണമായിരിക്കാം, ചിലപ്പം നമ്മളെ തന്നെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയായിരിക്കാം നമ്മൾ കുറച്ച് നാളൊരു ഗ്യാപ്പ് എടുത്ത്. ഇറ്റ്സ് ഓക്കെ. നമ്മൾ ആ ഗ്യാപ്പ് എടുത്താലും വീണ്ടും തിരിച്ച് നമ്മൾ എങ്ങനെ നമ്മുടെ കരിയറിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. സോ വൺസ് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു കരിയർ ആയിക്കോട്ടെ, അതിലെത്തിക്കഴിയുമ്പോൾ ഈ ഗ്യാപ്പുകളൊന്നും നമ്മൾ ഓർക്കാനേ പോകുന്നില്ല. ഓക്കെ. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഗ്യാപ്പ് വന്നു, അല്ലെങ്കിൽ 1 ഇയർ എക്സാം പ്രിപ്പയർ ചെയ്തു, എനിക്കിനി വീട്ടിൽ ഇരിക്കാൻ താല്പര്യമില്ല, ഐ ജസ്റ്റ് വാണ്ട് ടു എക്സ്പ്ലോർ ദ സബ്ജക്റ്റ് ആൻഡ് ഓൾസോ സൈഡിൽ കൂടെ പാരലലായിട്ട് എനിക്ക് എക്സാമും പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ പ്രൊജക്റ്റ് അസോസിയേറ്റ് ആൻഡ് റിസർച്ച് അസിസ്റ്റൻറ്റ് പൊസിഷൻസ്. ദാറ്റ് ഞാൻ പറയാം. project associate or research assistant positions. സോ നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം സ്റ്റുഡൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്തിങ്ങനെ വീട്ടിൽ ഇരിക്കും. അത് ചെയ്യരുത്. വൺസ് നിങ്ങൾ ഓക്കെ ആയി കഴിയുമ്പം ഗെറ്റ് ഔട്ട് ഫ്രം യുവർ ഹോം ആൻഡ് സെർച്ചിങ് ഫോർ സം വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ലൈക്ക് പ്രൊജക്റ്റ് അസോസിയേറ്റ് ഓർ റിസർച്ച് അസിസ്റ്റൻറ്റ്. ദാറ്റ് എന്താ നിങ്ങൾക്ക് പൊസിഷൻ, ഇപ്പം പ്രൊജക്റ്റ് അസോസിയേറ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് ചിലപ്പം ഡയറക്റ്റായിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ലെങ്കിൽ വി ക്യാൻ ഗോ ഫോർ പ്രൊജക്റ്റ് അസോസിയേറ്റ് 1, പ്രൊജക്റ്റ് അസോസിയേറ്റ് 2 ഓർ ജൂനിയർ റിസർച്ച് ഫെലോ JRF ഓർ സീനിയർ. ഓക്കെ, സീനിയർ റിസർച്ച് ഫെലോ ഒക്കെ നമുക്ക് ഫ്രഷറിന് പറ്റില്ല. ദെൻ വി ക്യാൻ ഗോ ഫോർ ടെക്നിക്കൽ assistant. Okay, technical assistant. Then we can go for scientific administrative assistant. Okay, so ഇച്ചിരി മെസ്സി ആയിപ്പോയി, ഇറ്റ്സ് ഓക്കെ, ഞാൻ വായിക്കാം. സോ പ്രൊജക്റ്റ് അസോസിയേറ്റ് 1, 2 ആൻഡ് JRF SRF റിസർച്ച് അസിസ്റ്റൻറ്റ്, അല്ലെങ്കിൽ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, അല്ലെങ്കിൽ സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്. ആൻഡ് ഈ പൊസിഷൻസ് എന്താ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു റിസർച്ച് എക്സ്പോഷർ കിട്ടും, ഒരു റിസർച്ച് എക്സ്പീരിയൻസ് മക്കൾക്ക് കിട്ടും. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു PhDക്കാരുടെ കൂടെയോ അല്ലെങ്കിൽ ഒരു ഗൈഡ് കാണും. ആ ഗൈഡ് ഒന്നിലധികം പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒന്നിലധികം ഫണ്ടഡ് പ്രൊജക്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു ഗൈഡായിരിക്കും അദ്ദേഹം റിസർച്ചേഴ്സിനെ, ഫ്രഷ് ആയിട്ടുള്ള റിസർച്ചേഴ്സിനെ എടുക്കുന്നുണ്ടാകും അദ്ദേഹത്തിൻ്റെ വർക്ക് സപ്പോർട്ട് ചെയ്യാൻ. അപ്പം നമുക്ക് ആ റിസർച്ച് എക്സ്പോഷർ കിട്ടും. എങ്ങനെയാണ് ഒരു റിസർച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ചാപ്റ്റർ വായിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ആ പ്രൊജക്റ്റിനെ വർക്ക് ചെയ്ത് അതൊരു ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ റിസർച്ച് എക്സ്പീരിയൻസ്. നിങ്ങളുടെ CV-യിൽ നിങ്ങൾക്ക് വെക്കാം ദാറ്റ് 1 ഇയർ ഓർ 2 ഇയർ ഐ work under this guide as the project associate or a research assistant and I got the research experience. ഓക്കെ. സോ വെറുതെ നമ്മൾ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും വി ഗോട്ട് എ കണ്ടൻറ്റ് ഇൻ ദ CV. ഓക്കെ. ദെൻ നമുക്ക് കിട്ടാൻ പോകുന്നൊരു കാര്യം മന്ത്ലി സാലറി ഉണ്ട് ഫോർ പ്രൊജക്റ്റ് അസോസിയേറ്റ് ഓർ റിസർച്ച് അസിസ്റ്റൻറ്റ്. ദാറ്റ് ഇസ് 25,000. ദാറ്റ് ഈസ് ആക്ച്വലി എ ലെസ് എമൗണ്ട്, ബട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിന് നമുക്ക് ഭയങ്കര കുറഞ്ഞ പൈസയാണ് കിട്ടുന്നത്. ഹെക്റ്റിക്കായിട്ടുള്ള ജോലിയുണ്ട്, ബിക്കോസ് റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. പക്ഷേ നമുക്കൊരു ഫിനാൻഷ്യലി നമുക്കൊരു ഇൻഡിപെൻഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഒരു പബ്ലിക്കേഷൻ, നിങ്ങളുടെ
ഗൈഡ് എന്താണെങ്കിലും നിങ്ങൾക്കൊരു പബ്ലിക്കേഷൻ തരും. കാരണം ആ വർക്ക് നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് പബ്ലിക്കേഷൻ ആക്കേണ്ടി വരും. സോ നിങ്ങൾക്കൊരു പബ്ലിക്കേഷൻ നിങ്ങളുടെ പേരിൽ ഫസ്റ്റ് ഓതർഷിപ്പ് അല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്കൊരു പബ്ലിക്കേഷൻ കിട്ടും. ദെൻ നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കില്ലുകൾ കിട്ടും. എന്തെങ്കിലും ഒരു ടെക്നിക്കൽ സ്കില്ല്, ഒരു ടെക്നിക്കലായിരിക്കുമല്ലോ പ്രൊജക്റ്റ് ചെയ്യുന്നത്. മേ ബി തിയററ്റിക്കലാണെങ്കിലും എക്സ്പെരിമെൻ്റൽ ആണെങ്കിലും നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കില്ല് കിട്ടും. ബെറ്റർ PhD ഓപ്പർച്യൂണിറ്റീസ് ലേറ്റർ. ബിക്കോസ് നിങ്ങളുടെ ഗൈഡ് PhDക്കാരെ ഇനി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഗേറ്റോ നെറ്റോ അല്ലെങ്കിൽ ആ ഗൈഡ് പറയുന്ന ഏതെങ്കിലും എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ യു ക്യാൻ ഗോ ഫോർ PhD. നിങ്ങൾക്ക് നിങ്ങളുടെ PhD പ്രൊജക്റ്റ് അസോസിയേറ്റ് എന്നുള്ള ടാഗിൽ നിന്ന് ഡയറക്റ്റ് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ തന്നെ PhD ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ 1 ഇയർ നിങ്ങൾ അല്ലെങ്കിൽ 2 ഇയർ പറയുന്ന സമയത്ത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങൾക്ക് നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടും. എനിക്ക് റിസർച്ച് പറ്റുമോ, 2 ഈ ഗൈഡിൻ്റെ അണ്ടറിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, ഇദ്ദേഹത്തിൻ്റെ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഇദ്ദേഹം അല്ലെങ്കിൽ ആ മിസ്സ് കൂടെ വർക്ക് ചെയ്യുമ്പം എനിക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അവരെ തന്നെ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഗൈഡായിട്ട് എടുക്കാൻ പറ്റത്തില്ലേ. അപ്പോൾ ഡയറക്റ്റ് ഒരു PhDയിലേക്ക് കയറുന്നതിന് മുമ്പ് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരെ പറ്റത്തില്ലെന്ന് മനസ്സിലാവുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ പറ്റുമെന്ന് മനസ്സിലാവുന്നതിനെക്കാട്ടിലും ഒരു 1 ഇയർ 2 ഇയർ കൊണ്ട് നിങ്ങൾക്ക് ആ ഗൈഡിനെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ആ ഗൈഡിൻ്റെ കൂടെ നിങ്ങൾക്ക് വീണ്ടും നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഗൈഡ് ഇനിയും വർക്കൊന്നും എടുക്കുന്നില്ല, പ്രൊജക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഇനിയും ഇത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളെ വേറെ ഗൈഡുമായിട്ട് കൊലാബറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗൈഡില്ല, നമുക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ തരാൻ ആരുമില്ല, നമ്മളെ വേറൊരു പാത്തിലേക്ക് ഗൈഡ് ചെയ്യാൻ ആരുമില്ല. അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ ഐസൊലേറ്റ് ആയി പോകും. നമ്മൾ വൺസ് ഈ ഫിസിക്സിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഏതെങ്കിലും ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ഉണ്ടാവാൻ ഒരു ഗൈഡ് ഉണ്ടാവും. അപ്പോൾ ഒരു ഗൈഡിനെ നമുക്ക് കിട്ടി, അദ്ദേഹം വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ, അദ്ദേഹം കൊലാബറേറ്റ് ചെയ്ത ഗൈഡ് ആൾക്കാരുമായിട്ടൊക്കെ നമുക്കൊരു കോൺടാക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ റിസർച്ച് അസിസ്റ്റൻ്റ് ഓർ പ്രൊജക്റ്റ് അസോസിയേറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് ഐഡിയ. ആൻഡ് ഹൂ പ്രൊവൈഡ് ദിസ്? മിസ് കുറേ പറഞ്ഞു. ഇതിന് എവിടെ നിന്ന് എനിക്ക് കിട്ടും എന്ന് ചോദിച്ചാൽ മക്കളെ, DRDO will give you that position. DRDO എനിക്കൊക്കെ കിട്ടുമോയെന്ന് ചോദിച്ചാൽ DRDO സയൻറ്റിസ്റ്റ് ഒന്നുമല്ല. DRDO JRF അല്ലെ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് റിസർച്ച് അസോസിയേറ്റ് ആയിട്ടൊക്കെ മക്കൾക്ക് കിട്ടും. കിട്ടിയവരെ മിസ്സിനറിയാം. ഓക്കെ, സോ ദിസ് ഇസ് DRDO ഈസ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. DRDO അടിച്ചു കൊടുത്താൽ മതി. ദേ ഓഫർ 25,000 ഒക്കെ ഒരു സ്റ്റൈഫൻഡ് തരുന്നുണ്ട്. ഓക്കെ, ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഫീൽഡുകൾ ഏത് കുട്ടികളെയൊക്കെയാണ് ഇവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഫിസിക്സുകാരെ, ഇപ്പോൾ ഒരു ആശ്വാസമായില്ലേ, ഫിസിക്സുകാരെ വേണം, കെമിസ്ട്രിക്കാരെ എടുക്കും, ദെൻ മെറ്റീരിയൽ സയൻസുകാരെ വേണം, നാനോ ടെക്നോളജീസിനെ വേണം, ഇലക്ട്രോണിക്സിനെ വേണം. നമ്മുടെ ഫിസിക്സുകാരെ എന്താണെങ്കിലും DRDO വിളിക്കുമ്പോൾ ഫിസിക്സുകാരെ എന്ത് വേണം, അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂവിന് പോകണം. ആൻഡ് DRDOയുടെ ഇൻ്റർവ്യൂസ് കൂടുതലും ഫിസിക്സ് ഭയങ്കരമായിട്ടുള്ള ബേസിക് കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം. എന്നാലും കൂടുതൽ ഇങ്ങനെയുള്ള ഫീൽഡിലെ ഇൻ്റർവ്യൂ, നമുക്ക് റിസർച്ചിന് താല്പര്യമുണ്ടോ, നമ്മുടെ പ്രൊജക്റ്റ് ഏതായിരുന്നു എന്നൊക്കെയുള്ളൊരു റിസർച്ച് ഫീൽഡ് ഇൻ്റർവ്യൂ ആണ് കൂടുതലും ചാൻസ്. അപ്പം നമ്മൾ റിസർച്ചിന് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂവിന് വേണം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ. ഇനിയും വേറെ ആരെങ്കിലും ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുമോ? യെസ്, ഇസ്രോ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദാറ്റ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അവരുടെ ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടെ സയൻറ്റിസ്റ്റ് പൊസിഷൻസ് ഉണ്ട്, റിസർച്ച് ഫെലോ ഉണ്ട്. ഇതൊക്കെ പക്ഷേ കുറച്ചും കൂടെ എക്സാം ഓറിയൻറ്റഡ് ആയിരിക്കും. ആൻഡ് ഇസ്രോയുടെ ഇൻ്റർവ്യൂ കുറച്ചും കൂടെ ഫിസിക്സ് ഓറിയൻറ്റഡ് ആവാനാണ് ചാൻസ്. പിന്നെ ഉള്ളത് പ്രൊജക്റ്റ് ഉണ്ട്. കുറേ പ്രൊജക്റ്റിന് ഇസ്രോ എടുക്കാറുണ്ട്. ദാറ്റ് ഈസ് പ്രൊജക്റ്റ് ബേസ്ഡ് റിക്വയർമെൻറ്റ്. അപ്പം ഞാൻ പറയാനായിട്ട്, ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുവാണ്, നമുക്കൊരു എക്സ്പോഷർ ഇല്ല, മടുത്തു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സോ ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഫ്രം ഹോം. നമുക്ക് ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റത്തില്ലെങ്കിൽ, നമുക്ക് ഫിനാൻഷ്യലി കുറച്ചൊന്ന് ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അവിടെ വരെ ഒന്ന് ഇൻ്റർവ്യൂവിന് പോയി അവർ പറയുന്നിടത്ത് നമുക്കത് കിട്ടുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഗുഡ്. ബിക്കോസ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചിലപ്പോൾ PhDക്കാരായിരിക്കും, ചിലപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഒരു ലെക്ചർഷിപ്പോ റിസർച്ചോ ആഗ്രഹിക്കുന്ന കോവർക്കേഴ്സ് ആയിരിക്കും. നിങ്ങളുടെ ഗൈഡിനറിയാവുന്ന വേറെ ഗൈഡുമാരുണ്ട്. നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ അവിടെ കുറയും. ഈ ഫീൽഡിൽ ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി കൂടുതലും ഇസ്രോ നോക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇസ്രോയിൽ പോയി കഴിഞ്ഞാൽ കൂടുതലും
ഇപ്പം സ്പേസ് സയൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്കാണ് കൂടുതലും ഇസ്രോ സഹായമാവുന്നത്, അല്ലെങ്കിൽ DRDO ഒക്കെ തന്നെ നോക്കുക. സ്പേസ് സയൻസ്, റിമോട്ട് സെൻസിങ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. മെറ്റീരിയൽ സയൻസ്, റിമോട്ട് സെൻസിങ് നമ്മൾ എടുക്കാറുണ്ടെന്ന് വെച്ചാൽ റിമോട്ട് സെൻസിങ്ങിലൊക്കെ നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കോഴ്സൊക്കെ ചെയ്തിട്ടില്ലേ. റിമോട്ട് സെൻസിങ് ഒക്കെ എല്ലാവർക്കും ഉള്ളൊരു സർട്ടിഫിക്കറ്റാണ് റിമോട്ട് സെൻസിങ്ങിൽ. ദെൻ മെറ്റീരിയൽ സയൻസ്, കമ്പ്യൂട്ടേഷണൽ സയൻസ്, അങ്ങനെ. ഇനി ഞാൻ കുറച്ചും കൂടെ നമുക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു ചാൻസ് വേറെയുണ്ട്. ഇസ്രോ നമുക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ വേറെ ഒന്നാണ് നമ്മുടെ CSIR. CSIR എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ് അല്ലേ. സോ CSIR എക്സാം അല്ല, CSIR ലബോറട്ടറീസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മക്കളെ? CSIR NIST തിരുവനന്തപുരം. അതുപോലെ തന്നെ CSIRൻ്റെ പല ലബോറട്ടറീസ് പലയിടങ്ങളിലുണ്ട്. CSIR NIST പോലെയുള്ളവ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊജക്റ്റ് അസോസിയേറ്റുകളെയും റിസർച്ച് അസോസിയേറ്റുകളെയും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ് നമ്മുടെ CSIR എന്ന് പറയുന്നത്. അവർ നാഷണൽ കെമിക്കൽ ലബോറട്ടറി ഉണ്ട്, നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഉണ്ട്, സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഫ്രീക്വൻ്റ്ലി പ്രൊജക്റ്റ് അസോസിയേറ്റിനെയും JRFകളെയും എടുക്കാറുണ്ട്. കൂടുതലായിട്ട് ഞാൻ കാണുന്നതാണ് CSIR ലബോറട്ടറീസിലെ വേക്കൻസികൾ. CSIR ലബോറട്ടറിയിലും DRDOയിലും കൂടുതലായിട്ട് പ്രൊജക്റ്റ് അസോസിയേറ്റുകളുടെ വേക്കൻസികൾ വരാറുണ്ട്. ഇനിയും നമ്മൾ ഇസ്രോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഉള്ളതാണ് ബാർക്കിലോട്ടൊക്കെ കയറി കൂടാൻ കുറച്ച് പാടാണ്. ദാറ്റ് ഈസ് ബാബ അറ്റമിക് റിസർച്ച് സെൻറ്റർ ആൻഡ് ദേ ആർ എക്സലൻറ്റ് ഫോർ ഫിസിക്സ്, കെമിസ്ട്രി, മെറ്റീരിയൽ സയൻസ് ആൻഡ് ന്യൂക്ലിയർ സയൻസ്. സോ ബാർക്ക് എനിക്ക് തോന്നുന്നു ബാർക്ക് എക്സാംസ് ഒക്കെ ഉണ്ട്. പക്ഷേ പ്രൊജക്റ്റ് അസോസിയേറ്റ് പോലെയുള്ളവ അവരെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ ഗോ ഔട്ട് ഫോർ പ്രൊജക്റ്റ് അസോസിയേറ്റ് ഓർ റിസർച്ച് അസോസിയേറ്റ്. ഓൾസോ യു ക്യാൻ ഗോ ഫോർ കുസാറ്റിലും ഗൈഡുമാർ പ്രൊജക്റ്റ് അസോസിയേറ്റ്, റിസർച്ച് അസോസിയേറ്റ് എന്ന് പറഞ്ഞ് കുട്ടികളെ എടുക്കുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് അവർക്ക് മെയിൽ അയക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെന്ന് തിരക്കാൻ പറ്റുമെങ്കിൽ ചെന്ന് തിരക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ആ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇനിയും ഞാൻ പറഞ്ഞുവല്ലോ, പ്രൊജക്റ്റ് അസോസിയേറ്റ്, റിസർച്ച് അസോസിയേറ്റ് എന്ന് വെച്ചാൽ ജൂനിയർ ഒരു PhD പോലെ തന്നെയാണ്. യു ഹാവ് ലോഡ്സ് ഓഫ് വർക്ക് ടു ഡു ബിക്കോസ് റിസർച്ച് ഇസ് നോട്ട് എ സിമ്പിൾ തിങ്. അതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇനിയും ഇന്ത്യ മാത്രമല്ല മക്കളെ, ഇന്ത്യയിൽ PhD എന്ന് പറയുന്നത് ഇറ്റ്സ് കുറച്ച് ടൈം എടുക്കുന്ന ഒരു സംഭവമാണ്. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഓഫ് ഇനഫ് സോഴ്സസ് ടു നമുക്ക് നമ്മുടെ ഒരു സാമ്പിൾ ആണെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും മേ ബി 3 year PhD ഒരു 5 to 10 ഒക്കെ പോകുന്നത് സ്വാഭാവികമാണ് ഇന്ത്യയിൽ. ഈ 10 ഒക്കെ പോകുന്നത് കൂടുതലും പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ കാരണമാണ് സ്കോളേഴ്സിൻ്റെ. എന്നാലൊരു 5 ഒക്കെയാണ് വരിക. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത് എബ്രോഡ് PhDകളെ കുറിച്ചാണ്. സോ എബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് ധാരാളമുണ്ട് ഇപ്പം. പക്ഷേ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എബ്രോഡുള്ള ഓപ്പർച്യൂണിറ്റീസ്. ബിക്കോസ് ഇറ്റ് ഈസ് ക്വയറ്റ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ്. പക്ഷേ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ യു ഗോട്ട് എ സ്ട്രോങ് ഫണ്ട്, ഒരു സ്റ്റൈഫണ്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ കഷ്ടപ്പെടേണ്ടതൊന്നും വരില്ല, നല്ലൊരു സ്കോളർഷിപ്പ് കിട്ടും. സോ ദ കൺട്രീസ് ദറ്റ് പ്രൊവൈഡ് ഇസ് ജർമ്മനി. ഞാൻ എല്ലാം എഴുതുന്നില്ല. ജർമ്മനി തരുന്നുണ്ട് ഫിസിക്സിനൊക്കെ. Netherlands is good. ഡെൻമാർക്ക് ആണ്. ഫിൻലൻഡ്, UK, ഓസ്ട്രേലിയ, കാനഡ, US. ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ് US. എൻ്റെ മിസ്സേ, അമേരിക്കയിലൊന്നും നമുക്ക് കിട്ടില്ല എന്നാണെങ്കിൽ അമേരിക്കയിലൊക്കെ കിട്ടും കേട്ടോ. ഭയങ്കര മാർക്കൊന്നും അങ്ങനെയൊന്നും നിങ്ങൾ നോക്കണ്ട. എബ്രോഡൊക്കെ കിട്ടാൻ എനിക്ക് നിങ്ങളെ ഒരുപാട് അതിന് ഗൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് വൺസ് നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ അമേരിക്കയിലൊക്കെ കിട്ടിയവരെ മിസ്സിനറിയാം. അവരൊക്കെ ഭയങ്കര അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ല. ബട്ട് ദേ ഹാവ് അനദർ ഷിഫ്റ്റ് ഓഫ് CV. ഒരു CV അവർക്കുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നത്, അവരുടെ CVയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെ മിസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എബ്രോഡ് PhDക്ക് നമുക്കൊരു സ്കോളർഷിപ്പൊക്കെ കിട്ടണമെങ്കിൽ എല്ലാവരും ഇപ്പം നമ്മൾ ഇൻസ്റ്റയൊക്കെ എടുക്കുമ്പോഴും യൂട്യൂബൊക്കെ എടുക്കുമ്പോഴും എല്ലാവർക്കും അറിയാം PhD എബ്രോഡ് ഞാൻ കുറേ മെയിൽ അയച്ചു, പ്രൊഫസേഴ്സിന് ഒരു 100 മെയിലെങ്കിലും അയച്ചു. ആരും മെസ്സേജ് തിരിച്ച് തന്നില്ല. ഒരാളെന്തോ റിപ്ലൈ തന്നെ അദ്ദേഹം ഇപ്പം PhD പൊസിഷൻ എടുക്കുന്നില്ലെന്ന് അറിഞ്ഞതെന്നൊക്കെ കേൾക്കുന്നില്ലേ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ MSc ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 1 minute
സോ MSc ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു റിസർച്ച് സ്കില്ല് ബിൽഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ദാറ്റ് നിങ്ങൾക്കൊരു ഇൻറ്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഇൻറ്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒരു സയൻറ്റിഫിക് റൈറ്റിംഗ് നിങ്ങൾക്കൊരു പേപ്പർ ഉണ്ടെങ്കിൽ നല്ലതാണ്. പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഭയങ്കര ഇംഗ്ലീഷൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ഇനി MSc പെർസ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊഫസേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിലും നല്ലതാണ്. കാരണം MSc പെർസ്യൂ ചെയ്യുന്ന സമയത്ത്, MSc കഴിയുന്ന സമയത്ത് ഒരു നല്ല പ്രൊജക്റ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയച്ച് തുടങ്ങാം. എനിക്ക് ഇത്രയും ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, ഞാൻ ഇന്ന ഫീൽഡിലാണ് പ്രൊജക്റ്റ് ചെയ്തത്, നിങ്ങളിങ്ങനെ വേക്കൻസി എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തപ്പിപ്പിടിച്ച് പ്രൊഫസേഴ്സിനെ തപ്പിപ്പിടിച്ച് മെയിൽ അയക്കാം. ഇതൊക്കെ നമ്മൾ സെൽഫായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ബിക്കോസ് ദർ ഇസ് നോ ഏജൻസി ഫോർ PhD ഇൻ അബ്രോഡ് PhD നോക്കുന്നതിന് പ്രത്യേകിച്ച് ഏജൻസികളൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല കേട്ടോ. അവിടെ പോകാനുള്ള കാര്യങ്ങളൊക്കെ അവർ വേണമെങ്കിൽ ഓക്കെ ആക്കും, ബട്ട് മെയിൽ അയക്കുക കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ, മിക്ക ഇൻ്റർനാഷണൽ PhD പൊസിഷൻസ് ഫുള്ളി ഫണ്ടഡ് ആണ്. മന്ത്ലി സ്റ്റൈഫണ്ടും നമുക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ പ്രൊജക്റ്റ് അസോസിയേറ്റ് എന്നൊക്കെ മിസ് പറഞ്ഞില്ലേ, ആ പ്രൊജക്റ്റ് അസോസിയേറ്റ്, റിസർച്ച് അസോസിയേറ്റ് പോലെയുള്ളതിലൊക്കെ നിൽക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഒരു റെക്കമെൻഡേഷൻ ലെറ്ററൊക്കെ വേണം. എബ്രോഡ് പോകാൻ നേരം നമ്മളെ ഗൈഡ് എടുക്കുവാണെങ്കിൽ അദ്ദേഹം നമുക്കൊരു റെക്കമെൻഡേഷൻ ലെറ്ററൊക്കെ നമുക്ക്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ഒക്കെ വേണം. അപ്പോൾ ആ റെക്കമെൻഡേഷൻ ലെറ്റർ നമ്മുടെ ഗൈഡിനെയും കൊണ്ട് എഴുതിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഗൈഡ് നോക്കിയ സമയത്ത് നമ്മുടെ ഗൈഡാണ് നല്ല ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നൊരു ഗൈഡാണ്, ആ ഗൈഡിൻ്റെ അണ്ടറിൽ നിൽക്കുന്ന കുട്ടിയാണ്, അങ്ങനെയാണെങ്കിൽ അവർക്ക് റിസർച്ചിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുകയും നമ്മളെ എടുക്കാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ എബ്രോഡും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ കൂടുതലായിട്ടും PhD-കാരെ എടുക്കുന്നത് വിത്ത് നോളജ് ഓഫ് ഫിസിക്സ്, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിന് എത്ര നോളജ് ഉണ്ട്, എക്സാം പാസ്സായോ എന്നുള്ളത് വെച്ചിട്ടാണ്. പക്ഷേ എബ്രോഡ് ഒരിക്കലും നമ്മളൊരു എക്സാം പാസ്സായോ എന്ന് വെച്ചിട്ടല്ല, പകരം നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻ റിസർച്ച് അവർക്ക് ബോധ്യപ്പെടണം. ഈ കുട്ടിക്ക് ശരിക്കും റിസർച്ചിന് ഇൻട്രസ്റ്റ് ഉണ്ടോ, അത് ചുമ്മാ ഒരു PhD ടൈറ്റിലിന് വേണ്ടി പറയുന്നതാണോ എന്ന് അവർക്ക് ബോധ്യപ്പെടണം. റിസർച്ചിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ്, ഒരു 1 year 2 year ഒരു റിസർച്ച് പ്രൊജക്റ്റിന് നിന്നു, ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു, ഒരു ഇൻറ്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്തു, ഒരു പേപ്പർ വായിച്ചു, പേപ്പർ എഴുതാനറിയാം. ബിക്കോസ് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്താൽ ഒരു പേപ്പർ എഴുതാനറിയാം. ഇനി പേപ്പർ പബ്ലിഷ് ചെയ്തില്ല, പേപ്പറെല്ലാം സെറ്റ് ചെയ്തു, നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മെയിൽ അയക്കാൻ പറ്റും ആ സമയത്ത്. ബിക്കോസ് ഞാനൊരു പേപ്പറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, പബ്ലിഷ് ചെയ്യാൻ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് മെയിൽ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പേപ്പർ ഓൾറെഡി ഡൺ ആണെങ്കിൽ. അല്ലാതെ പബ്ലിഷ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുകയൊന്നും വേണ്ട, അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഗൈഡ് ഇല്ല എന്നുള്ള ഒരു പ്രയാസമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ MSc ചെയ്ത സമയത്തെ ഗൈഡ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഗ്യാപ്പ് കഴിഞ്ഞാലും വിളിച്ച് ചോദിക്കാം, എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രൊജക്റ്റ് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കോളേജുമായിട്ട് കൊലാബറേറ്റ് ചെയ്ത് എൻ്റെ ഈ പ്രൊജക്റ്റ് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ, എനിക്കൊരു 1 year ഈ പ്രൊജക്റ്റിൽ തന്നെ വർക്ക് ചെയ്യുവാണെങ്കിൽ ഇതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ, റിസൾട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഇപ്പോൾ എബ്രോഡൊക്കെ പോകാനാണെങ്കിൽ എനിക്കൊരു റെക്കമെൻഡേഷൻ ലെറ്റർ മിസ്സിന് തരാൻ പറ്റുമോ എന്നൊക്കെ നമ്മുടെ കൺസേൺ ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നൊരു ഗൈഡാണെങ്കിൽ നിങ്ങൾ തുറന്ന് ചോദിക്കുക. ഇനി പറ്റാത്തൊരു ഗൈഡാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കോളേജുകളെ, ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി നിങ്ങൾ അന്വേഷിക്കുക, മക്കളെ മിസ് ഇവിടെ എടുക്കുന്നുണ്ടോ, എൻ്റെ പ്രൊജക്റ്റ് ഇതായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇവിടെ എനിക്കൊരു 1 year എക്സ്പീരിയൻസ് എനിക്ക് റിസർച്ചിന് വേണമെന്ന് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ മിസ്സിന് ഈ കോളേജ് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഗൈഡ് എടുക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്കങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ഓപ്പണായിട്ടൊന്ന് പോയി തിരക്കുക. ഓക്കെ, നമുക്ക് അങ്ങനെയൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, നമ്മുടെ ഫിസിക്സിലുള്ള നമ്മുടെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഒരിക്കലും നിങ്ങൾ ഐസൊലേറ്റ് ആയി പോകരുത്. ചിലവർക്ക് PhD കിട്ടി, ചിലവർക്ക് ലെക്ചർഷിപ്പ് കിട്ടി, ചിലവർക്ക് ടീച്ചർ കിട്ടി, എനിക്ക് ഇത്രയും നാൾ ഗ്യാപ്പായി, ഞാനിനി ആരോടും മിണ്ടുന്നില്ല. നെവർ ഗെറ്റ് ഐസൊലേറ്റഡ്. ഒറ്റപ്പെട്ടിരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് മാത്രമേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടിയില്ലായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസേ കിട്ടുള്ളൂ. ഗോ ഫോർ ദാറ്റ്. നിങ്ങളുടെ കുടുംബം സമ്മതിക്കുമെങ്കിൽ നിങ്ങൾക്ക് പോവുക, എക്സ്പീരിയൻസ് നേടി തിരിച്ചു വരിക. പിന്നെ എവിടോട്ടേലും PhD കൺവേർട്ട് ചെയ്യാൻ എബ്രോഡൊക്കെ നന്നായിട്ട് പരിശ്രമിക്കുക. അല്ലാതെ എനിക്ക് ഗ്യാപ്പ് വന്നു, ഞാൻ ഇത്ര ഇരുന്നു, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഓക്കെ എക്സാം വേണ്ടെങ്കിൽ വേണ്ട, ബിൽഡ് ചെയ്യുക. കരിയർ ബിൽഡ് ചെയ്യാൻ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദെൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം, ഫിസിക്സ് ആണെങ്കിൽ
ഞാൻ എക്സ്പെരിമെൻ്റൽ ഫിസിക്സിലാണോ എനിക്കിഷ്ടം, തിയററ്റിക്കലാണോ ഇഷ്ടം? എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഒരു സാമ്പിൾ ഉണ്ടാക്കുകയും അതിൻ്റെ ക്യാരക്ടറൈസേഷൻ അങ്ങനെയാണ്. തിയററ്റിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ സിമുലേഷൻ വർക്കുകളൊക്കെ ആയിരിക്കും, കൂടുതലും ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും. അപ്പോൾ സോഫ്റ്റ്വെയർ ഏതെങ്കിലുമൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പൈത്തൺ പഠിക്കാം മക്കളെ. പൈത്തൺ ചെറുതായിട്ട് യൂട്യൂബിലുണ്ട്, NPTEL, കോഴ്സെറ പോലെയുള്ള ആപ്പുകളിലൊക്കെ പൈത്തൺ ഉണ്ട്. അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് പഠിക്കുക. കോംസോൾ എന്ന് പറയുന്നൊരു സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, കോംസോൾ പഠിക്കുക. അതുപോലെ തന്നെ മീപ്പ് അങ്ങനെ കുറേ സിമുലേഷൻസ് ഉണ്ട്. അതൊക്കെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് വീട്ടിൽ ഇരുന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ഉണ്ടോ? യൂട്യൂബിലൊക്കെ അതിൻ്റെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒറിജിൻ പഠിക്കുക, ഗ്രാഫ് വരയ്ക്കാനുള്ളതൊക്കെ. അതൊക്കെ MSc പഠിക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ഒറിജിൻ എടുക്കുക. ഒറിജിനൊക്കെ ഒരു യൂണിവേഴ്സിറ്റി അപ്രൂവൽ വേണ്ടി വരും, കോളേജിൽ തിരക്കുക. ഒറിജിൻ എടുത്തിട്ടില്ലെങ്കിൽ ഒറിജിൻ എടുക്കാൻ പറ്റുമോ നോക്കി ഒറിജിൻ പഠിക്കുക. കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. അതൊക്കെ നിങ്ങൾക്ക് CV ആഡ് ചെയ്യാം. ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് എ സർട്ടിഫിക്കറ്റ്, യു ക്യാൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ യു ക്യാൻ ആഡ് ദാറ്റ് ഐ നോ കോംസോൾ ഓർ ഐ ഹാവ് ആൻഡ് ഒരു ഇൻട്രൊഡക്ഷൻ എനിക്കറിയാം കോംസോളിനെ പറ്റി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. ദെൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് മെഡിക്കൽ ഫിസിക്സ്. പക്ഷേ മെഡിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതലും ഒരു എൻട്രൻസ് എക്സാം ഒക്കെയാണ്. അത് കൂടുതലും നിങ്ങൾ അന്വേഷിക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഓൾസോ ഗുഡ് ഫോർ ഫിസിക്സ് സ്റ്റുഡൻസ്. മെഡിക്കൽ ഫിസിക്സ് ഈസ് ആക്ച്വലി ആൻ എക്സലൻറ്റ് കരിയർ ഓപ്ഷനാണ്. ബട്ട് പോസിബിൾ വർക്ക് പ്ലേസസ് എന്ന് പറയുമ്പോൾ മേ ബി ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകളൊക്കെ ആയിരിക്കും, കൂടുതലും ഹോസ്പിറ്റലുകളായിരിക്കും. ഹോസ്പിറ്റൽ, റേഡിയേഷൻ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റുകൾ, മെഡിക്കൽ ഇമേജിങ് അല്ലേ, ഫെസിലിറ്റി, അതായത് MRI ഒക്കെ നമ്മൾ പഠിക്കില്ലേ. അപ്പോൾ ഫർദർ ട്രെയിനിങ് മെഡിക്കൽ ഫിസിക്സിൽ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കരിയർ ഹെൽത്ത് കെയറിൽ കിട്ടും. സോ മെയിനായിട്ട് പറയുകയാണെങ്കിൽ എബ്രോഡൊക്കെ നല്ലൊരു സ്കോപ്പുള്ളൊരു ഫീൽഡാണ് മെഡിക്കൽ ഫിസിക്സ്. പക്ഷേ ഇന്ത്യയിൽ മെഡിക്കൽ ഫിസിക്സ് പഠിക്കാൻ എനിക്ക് തോന്നുന്നു യു നീഡ് ആൻ എൻട്രൻസ് എക്സാം എന്തെങ്കിലും വേണ്ടി വരും. അല്ലെങ്കിൽ മെഡിക്കൽ ഫിസിക്സ് പുറത്തേക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. ബട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലുമായിട്ടും ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളുമായിട്ടും ഇങ്ങനെ റേഡിയേഷൻ ഫീൽഡിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് നിങ്ങൾ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെ പോവാം, അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബേർഡൻ ആയിട്ട് വരുന്ന ഒരു ഫീൽഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ മെഡിക്കൽ ഫിസിക്സ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ബയോളജി, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഹോസ്പിറ്റൽ പ്ലസ് ഫിസിക്സ്, യു ക്യാൻ ഗോ ഫോർ മെഡിക്കൽ ഫിസിക്സ്. ദെൻ ദ അതർ ഓപ്ഷൻസ് ആർ ടീച്ചിങ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ physics or anything after PG. Teaching career, if you enjoy teaching, so you have consider school teaching. After MSc you go for B.Ed. If you are prefer a school teacher, you wanted to be a school teacher, then you go for B.Ed or state teacher eligibility test like സെറ്റ് എക്സാം എഴുതേണ്ടി വരും B.Ed പഠിക്കുന്ന സമയത്ത്. ഓർ അതർ എക്സാംസ് ലൈക്ക് CTET, ദാറ്റ് ഫോർ എനിക്കൊന്ന് സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റാണ് കൂടുതലും. അതുപോലെ തന്നെ അതായത് കേന്ദ്ര വിദ്യാലയമൊക്കെ പഠിപ്പിക്കാനായിട്ട് അവരുടേതായിട്ടുള്ള എക്സാംസൊക്കെ കിട്ടുവാണെങ്കിൽ യു ആർ സെറ്റിൽഡ്. അതൊക്കെ എഴുതി കിട്ടുവാണെങ്കിൽ യു ആർ സെറ്റിൽഡ്. ആർമി സ്കൂളുകൾ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്കൂളുകളിലൊക്കെ കിട്ടുവാണെങ്കിൽ യു ആർ സെറ്റിൽഡ് ആക്ച്വലി. ബട്ട് അവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു CBSE സ്കൂൾ പോലെയുള്ള സ്കൂളുകളിൽ 1-2 വർഷം ഒരു എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടതായിട്ട് വരും. മേ ബി CBSE ഓർ എനി സ്കൂൾ, അതെനിക്ക് കൂടുതൽ അറിയില്ല. യു ഹാവ് ടു ചെക്ക് ദാറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് എ സ്മോൾ ഒരു കരിയർ അല്ല B.Ed എന്ന് പറയുന്നത്. ഇറ്റ്സ് വാസ്റ്റാണ്. എല്ലാ ജോബ് പോലെ തന്നെ എല്ലാവരും പറയും ഇതിന് ജോലിയില്ല, അതിന് ജോലിയില്ല. നമ്മൾ ഇറങ്ങി തിരിക്കുവാണെങ്കിൽ യു ഗോട്ട് ദാറ്റ് ജോലി. ഓക്കെ, സോ നിങ്ങൾക്ക് ഗൾഫിൽ നോക്കാം. ഗൾഫ് ഇറ്റ്സ് ഓൾസോ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. പക്ഷേ ദുബായ്, ഗൾഫ് രാജ്യങ്ങളൊക്കെ 1 to 2 എക്സ്പീരിയൻസ് എങ്കിലും ടീച്ചേഴ്സിന് ചോദിക്കുന്നുണ്ട്. ഏത് ജോലിക്കാണെങ്കിലും ദുബായ് ഒക്കെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റേ ഇൻ ഇന്ത്യ ആൻഡ് ഗോട്ട് ദ എക്സ്പീരിയൻസ്. ഓക്കെ, ദെൻ കോളേജ് ടീച്ചിങ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം CSIR നെറ്റ്, കൊമേഴ്സ് പോലുള്ളതിനാണ് UGC നെറ്റ്. പിന്നെ സെറ്റ് എക്സാം ഉണ്ടെങ്കിൽ സെറ്റ് പാസ്സാണെങ്കിൽ ഗസ്റ്റായിട്ടൊക്കെ, അല്ലെങ്കിലും PG കഴിഞ്ഞ് ഗസ്റ്റായിട്ടൊക്കെ ലെക്ചർഷിപ്പ് എടുക്കാം. പക്ഷെ പെർമനൻ്റ് ആവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ യു ഗോ ഫോർ PhD. സോ ദീസ് ക്വാളിഫിക്കേഷൻ ക്യാൻ ലീഡ് ടു അസിസ്റ്റൻറ്റ് പ്രൊഫസർ പൊസിഷനിലേക്ക് വേണമെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ദീസ് തിങ്സ്. ദെൻ ഇനി നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പം ഇൻഡസ്ട്രി ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പം കൂടുതലായിട്ടും ഫാർമസ്യൂട്ടിക്കലായിട്ടുള്ള
കമ്പനീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറീസ്, അത് കേട്ടിട്ടുണ്ടോ? ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറീസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലബോറട്ടറീസ്, സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി, അത് കേട്ടിട്ടുണ്ടാവും മക്കൾ. സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി, അനലിറ്റിക്കൽ ടെസ്റ്റിംഗ് ലബോറട്ടറി, അനലിറ്റിക്കലായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന, കെമിക്കൽ ഇൻഡസ്ട്രീസ്, ബയോടെക്നോളജി കമ്പനീസ്. പക്ഷേ നമ്മുടെ മോർ ദാൻ എക്സാമിനേഷൻ സ്കോറിനെക്കാട്ടിലും നമ്മുടെ സ്കില്ലനുസരിച്ചാണ് ഇവർക്ക്. ചിലപ്പോൾ നമുക്ക് അവരൊരു ട്രെയിനിങ് ഒക്കെ തരും. സോ ഞാനിതൊക്കെ കൂടുതലും പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇരുന്നു ഇനി എനിക്കൊന്നും വയ്യേ, എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുന്നത്, യു ക്യാൻ ഗോ ഫോർ എ ഇൻഡസ്ട്രി ലൈക്ക് ദിസ്. നിങ്ങൾക്ക് ഉണ്ട് ഒരു എൻജിനീയറിങ് കഴിഞ്ഞൊരു ഫ്രഷർ ചെയ്യുന്ന ജോലിയല്ല, അവർക്ക് കിട്ടുന്നൊരു സാലറി നമുക്കും കിട്ടും. ഇഫ് യു ഗോ ഫോർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ, ദെൻ ബട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ യു ക്യാൻ ഗോ ഓൾസോ ഫോർ ഫോക്കസ് ഓൺ ഗേറ്റ് പ്രിപ്പയർ ചെയ്തൊരു കട്ട് ഓഫിൽ എത്തുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഗുഡ്. പ്രൊവൈഡിങ് അഡ്മിഷൻ, അതായത് IITകളും IISc ഒക്കെ തരുന്നുണ്ട്. റിസർച്ച് പൊസിഷൻസിൻ്റെ ചാൻസ് കൂടും, PhD അഡ്മിഷൻസ് കിട്ടും, അങ്ങനെ കുറേ. അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ISRO ഒക്കെ ISRO ഒക്കെ ഗേറ്റ് എക്സാംസ് ഉള്ളവരെയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഗേറ്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല നമ്മുടെ സക്സസിൻ്റെ പാത്ത്. ദാറ്റ് നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് പ്രൊജക്റ്റ് അസോസിയേറ്റ്, റിസർച്ച് അസോസിയേറ്റ്, PhD in abroad, teaching career like B.Ed, you can go for Gulf and you can go for international schools, and you have many companies like analytical development companies, or there are so many companies include. Okay, നിങ്ങൾക്ക് പിന്നെ വരാൻ പറ്റുക മാനേജിങ്, അതായത് HR അസിസ്റ്റൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾക്ക് പോവാം കേട്ടോ. HR അസിസ്റ്റൻ്റ് പോലെയുള്ള ജോബ്. അപ്പം അവർക്ക് അതൊക്കെ കൂടുതൽ ലാംഗ്വേജ് അറിയാനൊക്കെ. ഇപ്പോൾ ഹിന്ദിയൊക്കെ ഇങ്ങനെയുള്ള ഓഫീസിലൊക്കെ അവർക്ക് കുറേ ബ്രാഞ്ചുകൾ കാണും. അപ്പോൾ ഹിന്ദിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബേസിക്കായിട്ടൊക്കെ പഠിക്കുവാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലാംഗ്വേജ് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതാണ് ഇങ്ങനെയുള്ള കമ്പനീസിലൊക്കെ. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് കോഴ്സുകൾ. നിങ്ങൾക്കിപ്പോൾ 3 years ഗ്യാപ്പുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈത്തൺ പ്രോഗ്രാമിംഗ് ചെയ്യാം, ഒരു NPTELൻ്റെ ഫ്രീ കോഴ്സ് ഏതെങ്കിലും ഇത് ചെയ്യാം, ഒരു ഡേറ്റ അനലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ബേസ് ചെയ്തൊരു സബ്ജക്റ്റ് പഠിക്കാം, മെറ്റീരിയൽ ക്യാരക്ടറൈസ് ചെയ്യാം കുസാറ്റ് പോലെയുള്ളിടത്ത്, സയൻറ്റിഫിക് റൈറ്റ് ചെയ്യാം, റിസർച്ച് മെത്തഡോളജി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ NPTEL അതുപോലെ തന്നെ കോഴ്സെറ പോലെയുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് അവരുടെ ഏതെങ്കിലുമൊക്കെയുള്ള സബ്ജക്റ്റുകൾ നമുക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ നോക്കുക. സോ നമ്മൾ MSc കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് CSIR നെറ്റും ഗേറ്റും ഇല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ CV ബെറ്റർ ആക്കാൻ നോക്കുക. ഏതെങ്കിലുമൊക്കെ സ്കില്ല് പഠിക്കുക. എല്ലാ ദിവസവും പൈത്തൺ പഠിച്ചു തുടങ്ങുക, കോംസോൾ പഠിച്ചു തുടങ്ങുക. തിയററ്റിക്കലും എക്സ്പെരിമെൻ്റൽ ഫിസിക്സിൻ്റെ ഡിഫറൻസ് അറിയത്തില്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കുക ഒരു ദിവസം ഇരുന്ന്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ച്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പേപ്പേഴ്സ് വായിക്കുക കേട്ടോ. റിസർച്ച് പേപ്പേഴ്സ് വായിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ എഴുതുക. റിവ്യൂ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പബ്ലിഷ് ചെയ്യാൻ പറ്റും റിവ്യൂ പേപ്പറായിട്ട്. അപ്പോൾ അതൊക്കെ ഒരു ഗൈഡിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പേപ്പേഴ്സൊക്കെ നമുക്ക് തന്നെ എഴുതാൻ പറ്റും. വേർഡ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിലും ഓവർ ലീഫൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പേപ്പേഴ്സൊക്കെ എഴുതാൻ പറ്റും. നിങ്ങൾ ഗൈഡിനോട് സംസാരിക്കുക. ഇങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് യു ഗോട്ട് എ ഗൈഡ് അല്ലേ. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടിട്ടുണ്ടോ എന്നുള്ളത്, എനിക്കിത്രയൊക്കെയാണ്. പിന്നെ ഡേറ്റ അനലിസ്റ്റ് പോലെയുള്ള കോഴ്സുകൾ, ചെറിയ കോഴ്സുകൾ ഏതെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ വേറെ ഫീൽഡിലോട്ടൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഫിസിക്സിൽ തന്നെ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ്, കുറച്ച് കഷ്ടപ്പാടാണ്. പ്രൊജക്റ്റ് അസോസിയേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് നാൾ നിൽക്കണം. നമ്മുടെ ഡ്രീം വേണമെങ്കിൽ നമ്മൾ അങ്ങനെ ബിലീവ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വൺസ് ഒരു 5 വർഷം കഴിയുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ നല്ലൊരു പൊസിഷനിലെത്തും. ഓക്കെ, സോ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് എന്നൊക്കെ. പിന്നെ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സിനെ കുറിച്ച് മനസ്സിലാക്കുക. എബ്രോഡൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് എന്ന് പറയുന്നൊരു നല്ല ബ്രാഞ്ചാണ്. കുറേ ഓപ്ഷൻസ് ഉണ്ട്. കമ്പ്യൂട്ടറും ഫിസിക്സും തമ്മിലുള്ളൊരു ഒരു എന്താ പറയുക, ഓവർലാപ്പാണ് കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾക്ക് കൂടുതൽ മാത്ത് ലാബ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, മാത്ത് ലാബ് ഒന്ന് പഠിക്കുക.
അതുപോലെ തന്നെ സിമുലേഷൻസ് പഠിക്കുക. അതാണ് കോംസോൾ യൂസ് ചെയ്ത് സിമുലേഷൻസ് ഉണ്ട്, ഡേറ്റ അനലിസ് ചെയ്യുക, പൈത്തൺ ചെയ്യുക, അങ്ങനെയൊക്കെ ഒന്ന് പഠിച്ച് നോക്കുക. പിന്നെ നമ്മൾ ഗൾഫ് പോലെയുള്ള കൺട്രീസിലൊക്കെ കൂടുതലും എക്സ്പീരിയൻസ് വേണം. ഏതിനാണെങ്കിലും ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും എക്സ്പീരിയൻസ് എടുത്തിട്ട് പോകുന്നതാണ് നല്ലത്. ദെൻ പുറത്തോട്ടാണെങ്കിൽ PhD ആണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എക്സ്ട്രാ മാസ്റ്റർ എടുക്കാൻ പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ജോബ് തന്നെ കിട്ടുമോ എന്നുള്ളത് മിസ്സ് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്കൊരു കരിയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്യാപ്പിനെ എങ്ങനെ ഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരിക്കലും കരിയർ ഗ്യാപ്പ് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിനെക്കാട്ടിലും ഞാൻ ഇന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്തു, ആ സമയം ഞാനൊരു പൈത്തൺ പഠിച്ചു, അല്ലെങ്കിൽ ഒരു സിമുലേഷൻ പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ NPTEL ഒരു കോഴ്സ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ എനിക്ക് മനസ്സിലായി, അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിലെനിക്കൊരു റിസർച്ച് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് പേപ്പേഴ്സ് ഈ വർഷം ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പേപ്പേഴ്സ് വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിന് പോയിരുന്ന 3 വർഷം എക്സാം പ്രിപ്പയർ ചെയ്തു മാത്രം നമ്മൾ, ദാറ്റ്സ് നോട്ട് ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ നമ്മളൊരു ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിൽ പോയിരുന്ന് സംസാരിക്കുമ്പോൾ 3 വർഷം ഞാൻ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിച്ചു, നോട്ട്സ് എഴുതി, പേപ്പേഴ്സ് വായിച്ചു, സയൻറ്റിഫിക് പേപ്പേഴ്സിൻ്റെ ഐഡിയ കിട്ടി, അങ്ങനെ ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ എക്സാം മാത്രം പ്രിപ്പയർ ചെയ്തു എന്ന് പറയുന്നതിനെക്കാട്ടിലും, പിന്നെ എക്സാം മാത്രം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർക്ക് വേറെ ഒന്നും നമ്മളോട് ചോദിക്കാനില്ല. സോ എവറി ക്വസ്റ്റ്യൻ ദാറ്റ് കംസ് ഫ്രം ഫിസിക്സിൽ നിന്നായിരിക്കും, ഫിസിക്സിൻ്റെ ബേസിക് കാര്യങ്ങൾ. അതേസമയം നമ്മളൊരു പ്രൊജക്റ്റ് അസോസിയേറ്റ് ഒരു പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്ത് പോയാൽ നമ്മുടെ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ചും പേപ്പറിനെ കുറിച്ചും നമ്മുടെ പബ്ലിക്കേഷനെ കുറിച്ചും നമ്മളപ്പോൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിനെ കുറിച്ചും പ്രൊജക്റ്റ് അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്യുന്ന വർക്കിനെ കുറിച്ചൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഫിസിക്സിനെക്കാട്ടിലും പറയാൻ പറ്റും. സോ അത് നമ്മുടെ കാലിബറിനെ കൂട്ടുകയും നമ്മുടെ സ്കോറിനെ കൂട്ടുകയൊക്കെ ചെയ്യും. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ഹാവ് ടു മെയിൽ മീ ഓർ ഹാവ് ടു കമൻറ്റ് മീ. ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് എനിക്കത് പറഞ്ഞു തരുന്നത് കൊണ്ട് ഭയങ്കര മടിയുള്ള ആളല്ല. ഐ എം സോ ഹാപ്പി ടു ഗൈഡ് സംവൺ. സോ എനിക്കറിയാവുന്ന നോളജിൽ നിന്ന് ഐ എം ഹാപ്പി ടു ഗൈഡ് യു. ഓക്കെ, സോ ഇഫ് ഇനി എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ ഇനി എന്ത് പോകണം, എനിക്ക് കരിയർ ഗ്യാപ്പ് ഉണ്ട്, എനിക്ക് വീട്ടുകാരിങ്ങനെ പറയണു, എനിക്കിങ്ങനെ, പക്ഷേ എനിക്കിതാണ് താല്പര്യം, ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. സോ യു ഹാവ് ടു മെയിൽ മീ ഓർ യു ഹാവ് ടു കമൻറ്റ് മീ ഇൻ എനി ഓഫ് ദി വീഡിയോ. ഐ ജസ്റ്റ് ഗിവ് യു ദ റിപ്ലൈ. ഓക്കെ, എൻ്റെ പരിധിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ളത് മിസ്സിന് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ എന്തൊക്കെയോ മറന്നു പോയിട്ടുണ്ട്, വിട്ടുപോയിട്ടുണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. എന്നാലും നമുക്ക് നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂ കേട്ടോ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.